ഈ കാലഘട്ടങ്ങളിൽ കൂണുപോലെ മുളച്ചു മുന്നുന്ന കുറെ ന്യൂ ജനറേഷൻ സഭകളുണ്ട്. ഈ സഭകളിലെ പല പാസ്റ്റർമാരും അവർ സ്വയമേവ അവകാശപ്പെടുന്നത് അവർ അപ്പസ്തോലന്മാരാണെന്നാണ്. ഇവരുടെ പ്രധാനപ്പെട്ട സുവിശേഷം എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി സുവിശേഷവും അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സമ്പത്തും മാത്രമാണ്. ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാൻ പോവുകയാണ്. നമുക്കിതൊന്ന് കാണാം. ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈറ്റ് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്താണ് നമ്മൾ കേട്ടത്? ചർച്ചിന് കാശ് കൊടുക്കരുത്, ചർച്ചിനെ പറ്റി ഒന്നും പറയരുത് എന്ന് പറയുന്ന ആളുകളുടെ പ്രോസ്പെരിറ്റി ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഈ വ്യക്തിക്ക് വലിയൊരു അധികാരമുള്ളതുപോലെയാണ് ഈ വ്യക്തി തൻ്റെ വാക്ക് കേൾക്കാൻ വന്നിരിക്കുന്ന ജനത്തോട് പറയുന്നൊരു വാക്കാണ് കേട്ടത്. ഇതാണോ സുവിശേഷ പ്രസംഗം? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? യേശുവാണ് ഈ സ്ഥാനത്തേക്ക് ഇങ്ങനെ പറയുമായിരുന്നോ? അതായത് പള്ളിക്ക് പണം കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്ക് നിങ്ങൾ പണം തന്നില്ലെങ്കിൽ നിങ്ങളുടെ പണം യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള തനി അത്രയും അധപതിച്ച ഒരു പ്രസംഗം. അത് സുവിശേഷമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് എത്രയോ കഷ്ടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പലപ്പോഴും ഈ ന്യൂജൻ സഭകളും മറ്റു സഭകളും കടന്നു വരുമ്പോൾ ഇത് കാണുന്ന സാധാരണക്കാരായ ആളുകൾ കരുതുന്നത് എന്താണെന്ന് അറിയാമോ? എല്ലാ ക്രിസ്ത്യാനികളും ഇതുപോലെയാണെന്നും യേശു ക്രിസ്തുവിന്റെ പ്രബോധനം ഇതുപോലെയുള്ളതാണെന്നുമാണ് പലരും ധരിക്കുന്നത്. എന്നാൽ ഇതിപ്പോൾ കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്ന ഒരു വിഭാഗങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇങ്ങനെയുള്ളതല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ വിഷയമാകുന്നത്? നമ്മുടെ യുവജനങ്ങൾ ഇങ്ങനെയുള്ളവരെ കണ്ടാൽ എന്ത് വിചാരിക്കും? വിശ്വാസം അതിന്റെ ബ്രിമ്മിൽ നിൽക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെ ഇത് കണ്ടാൽ എന്ത് വിചാരിക്കും? ഇതൊക്കെ പണം കൊടുക്കാനും പണം ലഭിക്കാനും വേണ്ടിയുള്ള വെറും ഒരു സൂത്രക്കാര്യങ്ങൾ മാത്രമായിട്ട് ഇവരുടെ ശുശ്രൂഷയെ കരുതുകയില്ലേ? അതും പോരാഞ്ഞിട്ട് ഇങ്ങനെ ആരെങ്കിലും ചർച്ചിനെ കുറിച്ച് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്നുള്ള കാര്യം കൂടി കേൾക്കുമ്പോഴാണ് അതിന് വലിയൊരു തമാശ ഇത് മാറുന്നത്. ആ വീഡിയോയും കാണിക്കാം. ഞാൻ പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത്, റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ. എന്റെ മുറി വന്ന് ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ഇതിനെ കുറിച്ച് എന്തു പറയാനാണ്? തന്നോട് തന്റെ മുറിയിൽ കർത്താവ് നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു. ഈ സംസാരിച്ച കാര്യം മൊബൈൽ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താ പറയുന്നത്? കർത്താവ് നിങ്ങളോട് പറയുന്നു, ചർച്ചിന്റെ തിന്മ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്നും തലമുറയിൽ നിന്നും തിന്മ നീങ്ങിപ്പോവുകയില്ല എന്ന് കർത്താവ് നേരിട്ട് ശപിച്ചു. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലവും പുറപ്പെടുമെന്ന് പറഞ്ഞവനാണ് കർത്താവ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ദൂതന്റെ കർത്താവിന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതുന്ന ഈ ഒരു വ്യക്തി ഉണ്ടെന്ന് കരുതുക, ഒരു ദൂതനുണ്ടെന്ന് കരുതുക, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് കർത്താവായിരിക്കുമെന്ന്? ഇത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ഇതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇത് പറയുന്ന കർത്താവ് വളരെ കഷ്ടപ്പെട്ട് ശ്വാസം വലിച്ചു പറയുന്നതും, അതുപോലെ തന്നെ സ്വയമേവ കർത്താവ് ദൈവം പറയുന്നു എന്നെല്ലാം പറയുന്നതും കേൾക്കാം. ഒരിക്കലും ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ പോലും ദൈവം പറയുന്നു എന്നൊരു വാക്ക് കാണാൻ സാധിക്കില്ല. പഴയ നിയമം പുതിയ നിയമം നമ്മൾ വ്യത്യാസത. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറയുമ്പോൾ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ, യേശു ക്രിസ്തു തന്റെ പ്രബോധനം ആരംഭിക്കുമ്പോൾ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാറേ ഇല്ല. പിന്നെയോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാ പറയുക. കാരണം കർത്താവ് തന്നെ കുറിച്ച് കർത്താവ് എന്ന് അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് തന്നെ അവന്റെ ദൈവത്വത്തിന്റെ അടയാളം കൂടിയാണ്. ഇവിടെ ഈ മനുഷ്യന്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് നിങ്ങളോട് പറയുന്നു, ശപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എത്ര വലിയ വിരോധാഭാസം! ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ജനം അതിനനുസരിച്ച് കൈയടിക്കാനും. അപ്പൊ ആദ്യമേ സമ്പത്ത് ചോദിക്കുകയാണ്,
സമ്പത്ത് ചോദിക്കുമ്പോൾ അതിന് തടഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്യുന്ന യേശുവിന്റെ നാമത്തിലെന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. അതിനുശേഷം ഈ മനുഷ്യൻ വീണ്ടും ഭയപ്പെടുത്തുകയാണ്. ഇതാ കർത്താവ് സഭയെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ കർത്താവ് എന്നോട് പറയുന്നു, ഇതാ നിന്റെ ഭവനത്തിൽ തിന്മ വിട്ടുപോവുകയില്ലെന്ന്. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? ഇതൊക്കെയാണോ സുവിശേഷം? മറ്റുള്ളവരുടെ ഉള്ളിൽ ഭയം നിറയ്ക്കുന്നതാണോ സുവിശേഷം? യേശു സുവിശേഷം പ്രസംഗിച്ചിട്ട് ആരെങ്കിലും ഭയത്തോടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? പണത്തിന് പിറകെ പോകുന്ന ഒരു ജനതയല്ലേ കാണുന്നത്? ഇവരെ കുറിച്ചാണ് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞത്: നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള വ്യാജ അപ്പസ്തോലന്മാരെ കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇതും കഴിഞ്ഞില്ല, ഒരു കപട അപ്പസ്തോലൻ എന്താണെന്നുള്ള കാര്യം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 11-ാം അധ്യായത്തിലും ഇതേപോലെ പൗലോസ് അവതരിപ്പിക്കുന്നുണ്ട്. അതും നമുക്ക് കേൾക്കാം. അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളിൽ ചില സഭകളിൽ എഴുതി വെക്കുന്ന, ന്യൂജൻ സഭകളിൽ എഴുതി വെക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? അപ്പസ്തോൽ എന്ന് എഴുതിക്കൊണ്ടാണ് അവരുടെ പേര് താഴെ എഴുതുക. മുമ്പൊക്കെ പാസ്റ്ററായിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പൊ അതൊക്കെ മാറി. അപ്പസ്തോൽ. എന്താണ് അപ്പസ്തോലന്മാരുടെ അർത്ഥം? അപ്പസ്തോലൻ സ്ലീഹ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ അർത്ഥം. യേശു ക്രിസ്തു നേരിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ അയച്ച വ്യക്തികളെയാണ് ബൈബിളിൽ അപ്പസ്തോലന്മാരെന്ന് പറയുന്നത്. അത് യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരും യേശു ക്രിസ്തുവിന്റെ മുഖാഭിമുഖം കണ്ട് യേശു ക്രിസ്തു അയച്ച 72 പേരും, അങ്ങനെയുള്ള വ്യക്തികളെയാണ് അപ്പസ്തോലൻ എന്ന് പറയുന്നത്. അവസാനമായി അകാലജാതൻ എന്ന വണ്ണം യേശു ക്രിസ്തു നേരിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ അയച്ച വ്യക്തിയാണ് വിശുദ്ധ പൗലോസ് ലീഹ. അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് മറ്റാരും അപ്പസ്തോലന്മാരല്ല. അതിനുശേഷമുള്ള അടുത്ത തലമുറയെ പറയുന്ന പേര് അപ്പസ്തോല പിതാക്കന്മാർ എന്നാണ്. അതായത് നമ്മുടെ പിതാക്കന്മാരാണ് അപ്പസ്തോലന്മാരിൽ നേരിട്ട് അവർ സുവിശേഷം ലഭിച്ചവരാണ്, യേശുവിൽ നിന്നല്ല. യേശു അയച്ചത് അപ്പസ്തോലന്മാരെയാണ്, അപ്പസ്തോലന്മാരാണ് അവരെ അയച്ചത്. അതിനുശേഷമുള്ള തലമുറയെ പറയുന്ന പേര് സഭാപിതാക്കന്മാർ എന്നാണ്. ഒരിക്കലും ഇന്ന് നമ്മൾ ആരെയും അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നില്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരെയും വിളിക്കുന്നില്ല. കാരണം യേശു നേരിട്ട് അയച്ചവരാണ്, 1-ാം നൂറ്റാണ്ടിലുള്ളവരാണ് ഈ അപ്പസ്തോലന്മാർ. ഇതുപോലും അറിയാതെ പാസ്റ്ററിനേക്കാളും മുകളിൽ ഉയർന്നു നിൽക്കണം എന്നുള്ളൊരു പിടിവാശുള്ളത് കൊണ്ട് ബൈബിളിൽ നിന്ന് സ്വയമേവ അപ്പസ്തോലൻ എന്നുള്ള അവകാശം എടുത്തു വാങ്ങി തൻ്റെ പേരിന് മുമ്പിൽ അപ്പസ്തോൽ എന്ന് എഴുതി വെച്ചിട്ട് ഇവർ പ്രസംഗിക്കുന്ന പ്രസംഗം യേശു ക്രിസ്തുവിന്റെ പ്രസംഗവുമായി യാതൊരുവിധ ബന്ധവുമില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടകരം. ഇവരുടെ പ്രസംഗങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരുവിധ ബന്ധവുമില്ല. ഇതിന് 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത്, യേശു ക്രിസ്തു എന്താണ് പ്രോസ്പെരിറ്റിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തിക്ക് സമ്പത്ത് ലഭിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? മത്തായി സുവിശേഷം 5-ാം അധ്യായം 45 മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെ മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവം ഭൂമിയിൽ ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കും ഒരുപോലെ മഴ പെയ്യുകയും വെയിൽ നൽകുകയും ചെയ്യുന്നു എന്ന്. അതായത് ഒരു വ്യക്തിക്ക് സമ്പത്ത് ലഭിക്കുന്നത് അവന് ലഭിക്കുന്ന അനുഗ്രഹമായും ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം ലഭിക്കുന്നത് അവന് ലഭിക്കുന്ന കഷ്ടമായും ഒരിക്കലും ഒരു ശാപമായിട്ടൊന്നും ദൈവം ഒരിക്കലും കരുതിയിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ദരിദ്രൻ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് പറഞ്ഞവനാണ് ക്രിസ്തു. അതായിരുന്നു സുവിശേഷം. ധനികനെ നോക്കിക്കൊണ്ട് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണെന്ന് പറഞ്ഞതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. എന്നാൽ ഇവരുടെ സുവിശേഷം എന്താണ്? നിനക്ക് സമ്പത്തുണ്ടാകും, നിനക്ക് ഞാൻ നിന്നെ ശപിക്കുന്നു, നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
എന്നിട്ട് സ്വയമേ അപ്പസ്തോലന്മാരെ ചമ്മഞ്ഞ് നടക്കുന്നവർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് നാണക്കേടുണ്ടാക്കുന്നില്ലേ? ഇങ്ങനെയുള്ള പൊട്ടിമുളയ്ക്കുന്ന സഭകൾ മറ്റു സഭകൾക്ക് കൂടി നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കേണ്ട ഗതികേട് എല്ലാ ക്രിസ്ത്യാനികൾക്കുമല്ലേ വരുന്നത്? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തുകാരുടെ അല്ലെങ്കിൽ ഈ ന്യൂജൻ സഭകളുടെ കാര്യത്തില് കത്തോലിക്കർക്ക് എന്ത് കാര്യം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ന്യൂജൻ സഭകളുടെ പ്രത്യേകതയാണ്. പണ്ട് കാലത്ത് പെന്തക്കോസ്തുകാര് അവർ പറയുന്ന കാര്യമുണ്ട്, അവരൊക്കെ മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിണി കിടന്നിട്ട് സഭയുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ സമ്പത്തിന് പിറകെ പോകുന്ന കർത്താവിന്റെ പേരും പറഞ്ഞ് അനേകരെ സമ്പത്ത് നൽകാമെന്ന് മോഹിപ്പിച്ച് അവരുടെ അങ്ങനെയുള്ള ഒരു സമ്പത്തിന്റെ സുവിശേഷം നൽകിക്കൊണ്ട് ചതിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത്. ഇതൊക്കെ ഇന്ന് ഈ സഭകളിൽ നിങ്ങൾക്ക് രോഗം മാറാം, നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആകർഷിക്കുകയും അവരുടെ സമ്പത്ത് അവർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതല്ലാതെ ഇതിനപ്പുറം ഇതിൽ എന്താണുള്ളത്? മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ വിഷയമാകുവാൻ, മറ്റു മതങ്ങളുടെ മുമ്പിൽ, മറ്റ് യുക്തിവാദികളുടെ മുമ്പിൽ അല്ലെങ്കിൽ യുവജനങ്ങളുടെ മുമ്പിൽ പരിഹാസ വിഷയമാകുവാൻ. വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് കാലത്ത് ഒരു സിനിമ ഇറങ്ങിയല്ലോ, ട്രാൻസ്. ഇങ്ങനെയുള്ള വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രാൻസ് സിനിമ ഇറങ്ങിയതെങ്കിലും ആർക്കാണ് നാണക്കേടുണ്ടായത്? യേശു ക്രിസ്തുവിന്റെയും കത്തോലിക്ക സഭയുടെയും പേരിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലല്ലേ ആ സിനിമയൊക്കെ കടന്നുപോയത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? ഇതിനെല്ലാം നിയന്ത്രണം വരുത്തേണ്ടത് അത്യാവശ്യമല്ലേ? ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ആരും പെട്ടുപോകരുതേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.